ഒരു ജോലിയാണോ ആവശ്യം? ജോലിക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ക്വാളിഫിക്കേഷൻസിനൊപ്പം റെസ്യൂമെയാണ്. റെസ്യൂമെ ഹാക്സ് എന്തൊക്കെയാണെന്ന് പറയാം. നിങ്ങളൊരു വലിയ കമ്പനിയിലേക്ക് ഒരു പ്രൊഫഷണൽ റോളിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആബ്സല്യൂട്ട്ലി ഒരു ട്രഡീഷണൽ റെസ്യൂമെ യൂസ് ചെയ്യുക. ഫാൻസി ഡിസൈൻസ്, ടെംപ്ലേറ്റ്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് യൂസ് എ ക്ലീൻ ആൻഡ് പ്രൊഫഷണൽ ഫോർമാറ്റ്. നമ്പർ 2, സ്റ്റാർട്ട് വിത്ത് എ സ്ട്രോങ് സമ്മറി. നമ്മളുടെ പ്രൊഫൈൽ സമ്മറി വളരെ കൃത്യമായിട്ട് തയ്യാറാക്കുക. മൂന്നാമത്തെ പ്രധാന കാര്യം 99.9% ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ് ടൈലറിംഗ് ദ റെസ്യൂമെ അക്കോർഡിംഗ് ടു ജോബ് ആപ്ലിക്കേഷൻ. ഓരോ ആപ്ലിക്കേഷൻസിനനുസരിച്ചും നമ്മളുടെ റെസ്യൂമിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണം. 4, നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മളുടെ അച്ചീവ്മെന്റ്സ്, നമ്മളുടെ റിസൾട്ട്സ്, നമ്മൾ വർക്കിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഇമ്പാക്ട് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്പേഴ്സ് വഴി സ്പെസിഫൈ ചെയ്യാൻ നോക്കുക. 5th പോയിന്റ് ഈസ് അബൌട്ട് ദ നമ്പർ ഓഫ് പേജ്. റെസ്യൂമെ പറ്റി നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു മിഥ്യാധാരണയുണ്ട്, റെസ്യൂമെ ഒരു പേജേ പാടുള്ളൂ എന്നുള്ളത്. നിർബന്ധമായും ഒരു പേജിലേക്ക് കണ്ടന്റ് എല്ലാം ഒതുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഏറ്റവും അവസാനത്തെ കാര്യം പറയാനായിട്ടുള്ളത് അബൌട്ട് ATS. ATS എന്നാൽ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം ആണ്. ATS ഫ്രണ്ട്ലി മീൻസ് ATS റീഡ് ചെയ്യാൻ പറ്റും. ആ സോഫ്റ്റ്വെയറിന് അതിൽ എഴുതിയിരിക്കുന്ന കണ്ടന്റ് വായിക്കാൻ പറ്റും എന്നുള്ളതാണ്. ടൈലർ യുവർ റെസ്യൂമെ എന്നാണ്. ഓരോ വേക്കൻസിക്ക് അനുസരിച്ചും ടൈലർ ചെയ്യുക. നമ്മുടെ റെസ്യൂമെ ATS സോഫ്റ്റ്വെയർ കൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടുകയാണ്.